welcome back to our channel. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിപ്സ്റ്റിക് സ്വാച്ച് ആണ്. കുറച്ചധികം ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മേബ്ലിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. മേബ്ലിൻ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബ്രൈറ്റ്സിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. കാര്യം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇപ്പോൾ ആമസോണിൽ വാർഡ്രോബ് റീഫ്രഷ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6th December മുതൽ 11th December വരെയാണ്. 1500+ ബ്രാൻഡ്സിന് 50 to 80% മിനിമം ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അതും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്വാച്ച് വീഡിയോയിലോട്ട് പോയാലോ. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക്ക് വളരെ മാറ്റായിട്ടുള്ള, വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, എസ്പെഷ്യലി ബ്രൈഡൽ ലുക്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് റേഞ്ചാണ് ഇവരുടേത്. ഇതിൽ നിന്നുള്ള ഒരു 5 ഷെയ്ഡ്സ് ആണ് നമ്മളിന്ന് സ്വാച്ച് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു 4 ഷെയ്ഡ്സ്, അതായത് നമ്മൾ കോമൺ ആയിട്ട് ഈ ബ്രൈഡൽ ലുക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു 4 ഷെയ്ഡ്സ് ഓൾറെഡി ഞാൻ സ്വാച്ച് ചെയ്തിട്ട് ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടോക്കാം, ഞാൻ താഴെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന 5 ഷെയ്ഡ്സും, അതായത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, ഒരു 4 കൂടുതൽ ഷെയ്ഡ്സ് എന്തോ ഉണ്ട്, 4 കൂടുതൽ ഷെയ്ഡ്സ് ഉണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ എല്ലാ ഷെയ്ഡ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇന്ന് അധികം ആരും അങ്ങനെ യൂസ് ചെയ്യാത്ത കുറച്ച് ഷെയ്ഡ്സ് ആണ്, എന്നാൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഷെയ്ഡ്സ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ബ്രൈറ്റർ ഷെയ്ഡ്സും ഉണ്ട്, അധികം ബ്രൈറ്റർ അല്ല എന്നാൽ ന്യൂഡല്ല, അങ്ങനത്തെ ഒരു മീഡിയം റേഞ്ചിലുള്ള ഷെയ്ഡ്സ്. ഓക്കെ, ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഡാൻസർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. 118 ആണ് ഷെയ്ഡ് നമ്പർ. അപ്പോൾ ഇന്ന് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ബെയർ സ്കിന്നിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ലുക്ക് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത്. ദിസ് ഇസ് മീ വിത്തൗട്ട് എനി മേക്കപ്പ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഓക്കെ, ഒരു റെഡ് ഷെയ്ഡ് എന്നാന്ന് പറയാം, ഒരു ചില്ലി റെഡ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല തിരിച്ചൊക്കെ പറ്റും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഓ, അപ്പോൾ ഇതാണ് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും ആ ഷെയ്ഡ് കാണുന്നത്. ഒരു ചില്ലി റെഡ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. എന്നാലും ഒരു ഓറഞ്ച് ടിൻറ്റ് പോലെ എനിക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ബട്ട് നല്ല രസമുള്ള ഷെയ്ഡാണ്. എക്സാക്ട്ലി നമ്മൾ ആ ഷെയ്ഡ്സ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുക, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ. സോ അടുത്ത ലിപ്സ്റ്റിക് വന്നിട്ട് 125 ഇൻസ്പയറർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എൻ്റെ ഷെയ്ഡേ അല്ല, ഒരു പിങ്ക് കളർ ഷെയ്ഡാണ് സംഭവം. എനിക്ക് ഇടുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ചില ഷെയ്ഡ്സ് നമ്മൾ ഇടുമ്പോഴത്തേക്കും വാഷ് ഔട്ട് ആയ പോലെ തോന്നും. എനിക്ക് തോന്നുന്നു ഇത് ഇടുമ്പോഴത്തേക്കും ഏകദേശം ആ ഒരവസ്ഥയായിരിക്കും. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ട് 699 ആണ്. പക്ഷേ ആമസോണിൽ ഭയങ്കര ഓഫർ പ്രൈസിലാണ് കിടക്കുന്നത്. ഞാൻ ലാസ്റ്റ് പറയാം ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഓ ഓ ഓ ഞാൻ പറഞ്ഞില്ലേ, ഇതിടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായ പോലെ ഇരിക്കും. അയ്യോ, എസ്പെഷ്യലി എൻ്റെ ഒരു ലിപ്സ് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് എക്സാക്ട്ലി നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടില്ല. അതും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഷെയ്ഡ് കണ്ടത്. ഫേസ് ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായി. ഈ ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയുമോ, ചില ഷെയ്ഡ്സുമായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് കഴിഞ്ഞാൽ നല്ല ഷെയ്ഡ് കിട്ടും. അങ്ങനെ യൂസ് ചെയ്യാം. ഷെയ്ഡ് സെൽഫ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. 130 ആണ് ഷെയ്ഡ് നമ്പർ. ഇതാണ് നമ്മുടെ ഷെയ്ഡ്. കണ്ടിട്ട് എനിക്കത് ഓക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു, പക്ഷെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇട്ട് നോക്കുമ്പോഴേ എൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ. ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഓക്കെയാ. നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. നല്ലൊരു ഷെയ്ഡല്ലേ, നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. ഓക്കെ, ഈ ഷെയ്ഡ് കണ്ടിട്ട് എനിക്ക് ആമസോണിയൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഉണ്ട്.
ഇവരുടെ ഇതിൽ തന്നെ റേഞ്ചിൽ തന്നെ ആമസോണിയൻ എന്ന് പറഞ്ഞ ഷെയ്ഡുണ്ട്. അതിൻ്റെ അനിയനായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കുറച്ചൊരു ന്യൂഡ്, അത് ഓൾറെഡി ഒരു ന്യൂഡ് ഷെയ്ഡാണ്, പക്ഷെ അതെനിക്ക് ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ്. അതിൽ നിന്നും കുറച്ചും കൂടെ ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ സെൽഫ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഷെയ്ഡ്. ഇതൊരു ലിപ്പ് ലൈനറിൻ്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഇതും എനിക്ക് അത്യാവശ്യം വാഷ് ഔട്ട് ആയിട്ടുള്ളൊരു ലുക്കാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇതൊന്നും മീഡിയം ഡീപ്പ് സ്കിൻ ടോണൊന്നും ചേരുന്ന ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് അല്ല. കുറച്ചും കൂടെ ഫെയറർ ഷെയ്ഡ്സിനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനൊരു മീഡിയം സ്കിൻ ടോണാണ്, അപ്പോൾ എൻ്റെ ഷെയ്ഡിനും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും ചേരാത്തൊരു ഷെയ്ഡാണ്. സോ വാങ്ങിക്കരുത്. ഓക്കെ, കുറച്ചുകൂടെ ഫെയറർ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. ഇത് ഒരു വെറ്റ് വൈപ്പാണ്. ഞാൻ ഇപ്പോൾ തുടച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടച്ച് കളയാൻ ഭയങ്കര പാടാണ്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം തുടച്ച് നോക്കി, വന്നില്ല. ഒന്ന് ഇതാക്കിയിട്ട് ഭയങ്കര പാടാണ് വരാൻ. നല്ല ഈറിക്ക് ഭയങ്കരമായിട്ട് തുടച്ചെടുക്കേണ്ടി വരും, എങ്കിലേ വരുള്ളൂ. ഇത്ര സ്റ്റേയിങ് ഹാറുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് വേഴ്സറ്റൈൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, ഏതായിരുന്നു? സെൽഫ് സ്റ്റാർട്ടറിൽ നിന്നും കുറച്ചും കൂടെ ഒരു ഡാർക്കർ ടോണിലോട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ എക്സാക്ട്ലി സെയിം അല്ല, രണ്ടൊരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. നേരത്തെ ഞാൻ ആമസോണിൻ്റെ കുഞ്ഞനിയനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ആമസോണിൻ്റെ കുഞ്ഞനിയൻ. ഏകദേശം ആ ഒരു ഷെയ്ഡ് പോലെ ഉണ്ട് വേഴ്സറ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. 210 ആണ് ഷെയ്ഡ്. ഏകദേശം ഒരു സിമിലാരിറ്റി ഇല്ലേ ഈ രണ്ട് ഷെയ്ഡുമായിട്ട്? ഇത് എക്സാക്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് നല്ല വാഷ് ഔട്ട് ആയിട്ടുണ്ട്. ഇതും ഒരു ലിപ്സ്റ്റിക് മീൻസ് ലിപ്പ് ലൈനറിൻ്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഭയങ്കര ബോറായിട്ടുള്ളൊരു ഷെയ്ഡും അല്ലല്ലേ. എനിക്ക് ക്യാമറയിൽ കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണേ? സോ അടുത്ത ഷെയ്ഡ് ഒരു പിങ്ക് മെജന്ത അതിൻ്റെയൊക്കെ നടുക്കൊക്കെ വരുന്നൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് വന്നിട്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. 120 ഇതാണ് നമ്മുടെ ഷെയ്ഡ്. ഓക്കെ, ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡാണ്, പക്ഷേ ബ്രൈറ്റ്സിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. ഓ, നല്ല ഷെയ്ഡ്. ബ്രൈറ്റ്സിനൊക്കെ അടിപൊളിയായിരിക്കും. ഈ ഷെയ്ഡ്സൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയില്ല. എനിക്കൊരു ഫെയറർ സ്കിൻ ടോണിന് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഈ ഷെയ്ഡ്സ് എല്ലാം. ഇതിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ കാണുന്ന ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ആയത്. ബാക്കിയെല്ലാം ഒരു വാഷ് ഔട്ട് ലുക്കാണ് തന്നെ. എന്നാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫോമുലയാണ്. ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോമുലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോണ്ട് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നേരത്തെ ഫോമുല കുറച്ചും കൂടെ ഡ്രൈയിങ് ആയിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ഫോമുലാസ് കുറച്ചും കൂടെ നല്ലതാണ്. നല്ല രസമുണ്ട്. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും അത്ര ഹെവി ആയിട്ട് തോന്നുന്നില്ല. നേരത്തെ കുറച്ചും കൂടെ ഹെവി ആയിരുന്നു. ഡ്രൈ ലിപ്സൊക്കെ ആണെങ്കിൽ ഒട്ടും ഇടരുത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊരിഞ്ഞളവണ മാതിരി തോന്നും. സോ നന്നായിട്ട് പ്രപ്പ് ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇടാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് നെയിം നമ്മൾ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് എന്നാണ് ഷെയ്ഡ്. നല്ല രസമുള്ള ഷെയ്ഡല്ലേ. ബ്രൈറ്റ്സിനൊക്കെ ഭയങ്കര ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ മേബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിൽ ഈ സൂപ്പർ സ്റ്റൈൽ ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് 699 ആണ് ശരിക്കുള്ള MRP വരുന്നത്. പക്ഷേ ആമസോണിൽ സെയിൽ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ 319, 419 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സുകളുണ്ട്, അതിനൊക്കെ 6 സംതിങ് ഒക്കെ പോകുന്നുണ്ട്. അത് ചില ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി മിക്ക ഷെയ്ഡ്സിനും 390 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് കാണാം. Till then, take care. Bye.